ഇദ്ദേഹമാണ് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ദിവ്യകാരുണ്യം വീഡിയോ, അത് മാംസമായി മാറിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഇദ്ദേഹം എടുത്ത വീഡിയോ ആണ് വൈറലാവുകയും ചെയ്തത്. എന്തായിരുന്നു ആ ഒരു അനുഭവം? അനുഭവം എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് 2 ഞായറാഴ്ചകളിലും ഞാൻ വന്ന് കാണുന്നതാണ്. അതുപോലെ 3-ാമത്തെ ഞായറാഴ്ചയും ഞാനിവിടെ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ഇനിയൊരു ഇതുപോലെ ഒരു ഇത് ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ആള് തിരിഞ്ഞു നോക്കുന്നതും അതേപോലെ തന്നെ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ ആളുകൾ വെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലായത് എന്തോ മൂന്നാമതും ഈ ഒരു അത്ഭുതം എന്തോ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മൊത്തം ഒരു മരവിപ്പ് പോലെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അച്ഛനത് നാവിൽ നിന്ന് അത് മേടിച്ച് അൽത്താരയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് അച്ഛനിങ്ങനെ പറഞ്ഞ് സാക്ഷികളായിട്ട് ഇടവകയായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ അതേപോലെ തന്നെ കുടുംബാംഗങ്ങളിലുള്ളവരും വന്നിത് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്, അപ്പം നിങ്ങൾ വന്ന് ആദ്യം കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അങ്ങനെ ചെന്ന് ആദ്യമായിട്ട് കാണുമ്പോഴെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞൊരു ബ്ലഡോട് കൂടിയ ഒരു മാംസം ആയിട്ട് കാണുന്നത്. കാരണം അത് കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തം ഒരു മരവിപ്പും എല്ലാം കൂടിയാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നത് തന്നെ ഞാൻ ഒരു വിറച്ചുകൊണ്ടാണ്. കാരണം അതിങ്ങനെ പലതിൽ നമ്മൾ വായനയിലും ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദിവ്യകാരുണ്യം മാംസമായി മാറുന്നത്. അതിൻ്റെ എന്താ പറഞ്ഞെനിക്ക് അറിയിക്കാൻ പറ്റില്ല, ആ ഒരു മരവിപ്പായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് നേരെ വന്നിരിക്കുന്നു ആ ഒരു ഇതായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ജെയിംസിന്റെ കുടുംബങ്ങൾ ആരെങ്കിലും വന്ന് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനാ ചെന്ന വീഡിയോ എടുത്തു. പക്ഷേ ഈ വീഡിയോ എടുക്കണം ഇത് കാണുന്നതും എല്ലാം കൂടി എൻ്റെ കൈ ഭയങ്കര വിറവലായിരുന്നു. അതാണ് ആ വീഡിയോ എടുക്കുമ്പോൾ അറിയാം ഇങ്ങനെ ഷെയ്ക്ക് തന്നെ പലരും. അപ്പോൾ അച്ഛൻ പറഞ്ഞ് വീഡിയോ വേണമെങ്കിൽ കൊടുത്തോ, ആരും ചോദിക്കണേ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പലരും എൻ്റെ കൂട്ടുകാരും ഇവിടെ വന്ന ഇടവാംഗങ്ങളും എല്ലാവരും പലരും മേടിച്ചെങ്കിലും വൈകുന്നേരം അറിയുന്നത് ഇത് ഇത്തരം ആളുകളിലൊക്കെ പോയി യൂട്യൂബ് ചാനലിലൊക്കെ കയറി ഇത് ഇത്ര ആക്കി എന്നുള്ളത് അറിയുന്നത് അങ്ങനെയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമെങ്കിലും നമുക്ക് പലപ്പോഴും ഇങ്ങനെ വിശുദ്ധ കുർബാന തിരുവോസ്തി മാംസരൂപത്തിലാകുന്ന കാഴ്ച ഒരിക്കലും നേരിട്ട് കാണാനുള്ള അവസരം നമുക്കാർക്കും ലഭിച്ചിട്ടില്ല. എന്നാൽ അത് നേരിട്ട് കാണാൻ സാധിക്കുകയും അതുപോലെ അത് വീഡിയോ എടുത്ത് അനേകം വിശ്വാസികളിലേക്ക് എത്തിക്കുകയും ചെയ്ത ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അത് തന്നെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ, വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത്.